കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമ പോരാട്ടം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അതിനിടെ കേസിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ഊർജിതമാക്കി. വസതിയായ ക്ലിഫ് ഹൌസിലെത്തിയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്. വിചാരണ കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം തുടരേണ്ടിവരുന്ന സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേരളം ഒപ്പമുണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഇനി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാണരുത്, നിങ്ങൾ കരയാതിരിക്കാൻ എന്നും കൂടെയുണ്ടാകുമെന്നായിരുന്നു അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ അതിജീവിതയോടുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിനിടെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷനും നടപടികൾ വേഗത്തിലാക്കി. ഗൂഢാലോചന കേസ് ചുമത്തിയിരുന്ന ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുക. ഒപ്പം പൾസർ സുനി അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടും. അപ്പീലൊക്കെ തയ്യാറാക്കി. അപ്പീൽ തീരുമാനിക്കേണ്ട ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിന് പോസിറ്റീവായിട്ട് തീരുമാനിക്കും. അപ്പീൽ നൽകാനുള്ള അനുമതി സർക്കാരിനോട് പ്രോസിക്യൂഷൻ തേടിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പാണ് അനുമതി നൽകേണ്ടത്. വിധി പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരിക്കും അപ്പീൽ നൽകുക. അപ്പീൽ തയ്യാറാക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് സർക്കാർ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.